Good morning, students. Today I am going to take the examples of the simple interest and compound interest, and the next other topic is present value and future value. Okay, first moving to the example, all of you take. Okay, first example is if rupees 5,000 become rupees 5,700 in a year's time at simple interest, what will rupees 700 become at the end of 5 years at the same rates of interest? എന്താണ് 5,000 എന്ന് പറയുന്നത് 5,700 ഒരു വർഷത്തെ ടൈം പീരീഡ് കഴിഞ്ഞപ്പം സിമ്പിൾ ഇൻട്രസ്റ്റോട് ആഡ് ചെയ്തിട്ട് എത്രയായി 5,000 എന്നുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് 5,700 ആയി. ആൻഡ് വാട്ട് വിൽ റുപ്പീസ് 700 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ റുപ്പീസ് 700 എന്ന് പറയുന്നത് 5 ഇയേഴ്സിൻ്റെ എൻഡിൽ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, അതായത് സെയിം പലിശയിൽ, സെയിം പെർസെൻറ്റേജ് ഓഫ് പലിശയിൽ ഈ 700 എന്ന് പറയുന്ന റുപ്പീസ് ആഫ്റ്റർ 5 ഇയേഴ്സിൽ എത്ര എമൗണ്ട് ആകും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മളുടെ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് എത്ര എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്നത്? നോക്കിക്കേ, എമൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5,000. ആഫ്റ്റർ 1 ഇയർ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 5,700 ആവുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്? 5,000. ദെയർഫോർ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 1 ഇയറിന് ശേഷമുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? 5,700 അല്ലേ? അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എമൗണ്ടിൻ്റെ സ്ഥാനത്ത് 5,700 ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് 5,000 പ്ലസ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയത്തില്ല, നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റ് ഈക്വൽ ടു 5,700 മൈനസ് 5,000, ദാറ്റ് ഈസ് റുപ്പീസ് 700. മനസ്സിലായോ? 5,700 മൈനസ് 5,000, അപ്പോൾ റുപ്പീസ് 700. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 700 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി 5,000 പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. 1 ഇയറിന് ശേഷം 5,700 ആയപ്പോൾ നമുക്ക് പറയാം 700 ആണ് അവിടെ ആഡ് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എന്ത് കിട്ടി? 700 കിട്ടി. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? 1 ഇയറിലെ എത്ര പെർസെൻറ്റേജിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്നുള്ളതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടണം. സോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? I ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. പി എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. എൻ എന്ന് പറയുന്നത് ടൈം പീരീഡ്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഡിവൈഡഡ് ബൈ 100. ആൻഡ് വി നോ ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 700. നമുക്കറിയാം അതെന്താണ്? 700 ആണ് നമുക്കറിയാമല്ലോ. ഇനിയും ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 700 ആണെന്നറിയാം. സോ 700 ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് 5,000 ഇൻറ്റു നമ്പർ ഓഫ് പീരീഡ് n എന്ന് പറയുന്നത് 1. ആഫ്റ്റർ 1 ഇയറിലെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 1 നമ്പർ ഓഫ് പീരീഡ് 1 ഇൻറ്റു ആർ നമുക്ക് അറിയത്തില്ല. സോ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? 5,000 ആർ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 700 എന്ന് വരും അല്ലേ? അപ്പോൾ ആർ ഈക്വൽ ടു 700 ബൈ 50 വരും. കാരണം 100ഉം മുകളിലത്തെ രണ്ടും കൂടെ സീറോസും വെട്ടിപ്പോവും, റിമൈനിങ് 50 വരും. സോ 700 ബൈ 50 നമുക്ക് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റേറ്റ് എന്ന് പറയുന്നത് 14% ആണെന്ന് കിട്ടും. ഓക്കെ, എത്ര കിട്ടും? റേറ്റ് എന്ന് പറയുന്നത് 14%. അപ്പോൾ റേറ്റ് നമുക്ക് കിട്ടി 14% ഇൻട്രസ്റ്റിലാണ് നമ്മുടെ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ടോട്ടലുള്ള പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 14%ൽ നിന്നാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ₹700 എന്ന് പറയുന്നത് ആഫ്റ്റർ 5 ഇയേഴ്സിൽ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ആഫ്റ്റർ 5 ഇയേഴ്സിൽ ₹700 എന്ന് പറയുന്നത് എത്രയാകും എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നു, therefore റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കിട്ടി, റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 14% ആണെന്ന് കിട്ടി. സോ therefore the simple interest on ₹700 ആണ് കേട്ടോ. ഇവിടെ 7,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്, 700. The simple interest on ₹700 at the rate of 14% for a period 5 years is, അതായത് 700 rupees 14%-ൽ 5 വർഷം എങ്ങനെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് PNR ഡിവൈഡഡ് ബൈ 100. പി എന്താണ്, 700. ശ്രദ്ധിച്ചോണം, 7,000 അല്ല, 700. സോ 700 ഇൻറ്റു 14, റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 14, ഇൻറ്റു നമ്പർ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എങ്ങനെ വരും, 700 ഇൻറ്റു 14 ഇൻറ്റു 5 divided by 100 and which is equal to 490. ഇവിടെ 4,900 എന്നാണ്, തെറ്റാണ്, 490. അപ്പോൾ ₹490 എന്ന് കിട്ടും. അപ്പോൾ therefore നമുക്കറിയാൻ പറ്റും 700 എന്ന് പറയുന്ന റുപ്പീസ് ആഫ്റ്റർ 5 ഇയേഴ്സ് 5 ഇയേഴ്സിന് ശേഷം എത്രയാണെന്ന് അല്ലേ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അത് എത്രയാണ്, 490 കിട്ടി. 700 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. എങ്ങനെയാണ് 700 പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കി, 700ൻ്റെ ₹700 ആഫ്റ്റർ 5 ഇയേഴ്സിന് ശേഷം എത്ര ആണെന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം അല്ലേ. അപ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, 700നെ പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ. ആക്ച്വലി 700 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, വിട്ടുപോകരുത് കേട്ടോ. അപ്പം 700നെ പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കിക്കൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അത് 490 ആണെന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടണ്ടേ, 5 ഇയേഴ്സ് ആഫ്റ്റർ 5 ഇയേഴ്സിൽ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 700 + 490 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1190. ക്ലിയർ ആയല്ലോ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, 1190. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, സോ നിങ്ങളത് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്, ദ കോസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് റെഡ്യൂസസ് അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ആനുവം. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കോസ്റ്റ് 5% വെച്ച് ഓരോ വർഷവും കുറയുന്നുണ്ട്. ഇഫ് പെർസെൻറ്റ് കോസ്റ്റ് ഈസ് ₹32,490. എന്താണ്, 32,490 ആണ് പ്രസൻറ്റ് കോസ്റ്റ്. എന്താണ്, ഇഫ് പ്രസൻറ്റ് കോസ്റ്റ് ഈസ് ₹32,490. വാട്ട് വാസ് ഇറ്റ്സ് കോസ്റ്റ് ബിഫോർ 2 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് മുമ്പ് ആ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കോസ്റ്റ് എത്ര ആണെന്ന്. ക്വസ്റ്റ്യൻ മനസ്സിലായോ. ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 32,490 ആണ്. അത് ഓരോ വർഷവും അവരെന്ത് ചെയ്യുന്നുണ്ട്, 5% വെച്ച് ഓരോ വർഷവും കുറയ്ക്കുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റ് കോസ്റ്റാണ് 32,490 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഫോർ 2 ഇയേഴ്സ് 2 വർഷം മുൻപ് ഇതിന് എത്ര ആയിരുന്നു, ആ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കോസ്റ്റ് എത്ര ആയിരുന്നെന്ന്. അപ്പോൾ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കറിയാം അറ്റ് പ്രസൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 32,490 ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 മൈനസ് R/100 ദ ഓൾ സ്ക്വയർ. ഓൾ സ്ക്വയർ വന്നത് എന്തുകൊണ്ടാണ്, 2 വർഷം മുൻപ്, മൈനസ് വന്നത് എന്തുകൊണ്ടാണ്, മുമ്പ്. ഇപ്പോൾ പ്രസൻറ്റ് കോസ്റ്റാണ് തന്നിരിക്കുന്നത്, 2 വർഷം മുൻപുള്ള കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ടാണ് മൈനസ് ആയത്. സാധാരണ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്, ആഫ്റ്റർ 2 ഇയേഴ്സ് 2 വർഷത്തിന് ശേഷം, അല്ലെ ആഫ്റ്റർ 3 ഇയേഴ്സ് അങ്ങനെയാണ് വരുന്നത്, ആഫ്റ്ററാണ് വരുന്നത്. അതായത് ഇത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോഴാണ് എന്ത് വരുന്നത്, 1 + R/100 വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 2 വർഷം മുൻപത്തേതാണ് കാൽക്കുലേറ്റഡ്. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുന്നു. അതൊക്കെ നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 മൈനസ് R/100 ദ ഓൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരും, P ഇൻറ്റു 1 മൈനസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര നമുക്ക് കൊടുത്തിരിക്കുന്നത്, 5%. അപ്പോൾ റേറ്റിൻ്റെ അവിടെ എത്രയാണ്, 5 ഡിവൈഡഡ് ബൈ 100 ദ ഓൾ സ്ക്വയർ. അപ്പോൾ 5/100 എന്ന് പറയുന്നത് 1/20 വരും. അപ്പോൾ 1/20, 1 മൈനസ് 1/20 എന്ന് പറയുന്നത് എത്ര, 20 മൈനസ് 1/20 വരും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 32,490 ഈക്വൽ ടു
p ഇൻറ്റു 20 മൈനസ് 1/20 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 19/20 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരുന്നത്? 32,490 ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് p ഇൻറ്റു 19/20 ഇൻറ്റു 19/20. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 36,000 എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? പ്രിൻസിപ്പൽ എമൗണ്ടാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? 2 വർഷത്തിന് ശേഷമുള്ള കോസ്റ്റാണ് തന്നിരുന്നത്. 2 വർഷം മുമ്പുള്ള എമൗണ്ടാണ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് കിട്ടി? നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 36,000 എന്ന് കിട്ടി. അപ്പോൾ ആ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? 36,000 ആയിരുന്നു. ഒരു വർഷം 5% വെച്ച് അവർ കുറച്ചപ്പോഴാണ് ആഫ്റ്റർ 2 ഇയേഴ്സ് 2 വർഷത്തിന് ശേഷം 32,490 ആയിട്ട് നമുക്ക് പ്രസൻറ്റ് കോസ്റ്റ് തന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എങ്ങനെയാണെന്ന്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. ഇൻ ദിസ് ഫോർമുല എമൗണ്ട് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ദ ഹോൾ പവർ n. അല്ല, നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി ഇൻറ്റു 1 + r/100 ദ ഹോൾ പവർ n. The rate r will not be for 1 year but for the time period over which compounding is done. അതായത് റേറ്റ് ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ മാത്രമല്ല, എത്ര ടൈം പീരീഡ് ഉണ്ടോ അത്രയും ടൈം പീരീഡ് നമ്മൾ എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതാണ് ആറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ പവർ ഓഫ് വിച്ച് ദ ടേം ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഈസ് റേസ്ഡ് വിൽ നോട്ട് ബി ദ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഇനി ശ്രദ്ധിച്ചോണം. ആൻഡ് ദ പവർ ടു വിച്ച് ദ ടേം ഇൻസൈഡ് ദ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന പവർ ഒരിക്കലും എന്താകത്തില്ല, നമ്പർ ഓഫ് ഇയേഴ്സിനെ അല്ല ഡിനോട്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചോണം. ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന പവർ ഒരിക്കലും നമ്പർ ഓഫ് ഇയേഴ്സിനെ ഡിനോട്ട് ചെയ്യത്തില്ല. ബ്രാക്കറ്റിന് വെളിയിലാണെങ്കിലാണ് നമ്മൾ അതിനെ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് ദ നമ്പർ ഓഫ് ഇയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് ഈസ് ഡൺ പെർ ഇയർ. പക്ഷെ അതെന്തായിരിക്കും? നമ്പർ ഓഫ് ഇയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് ടൈംസ് കോമ്പൗണ്ടിങ് ഈസ് ഡൺ പെർ ഇയർ. അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ്, ഒരു വർഷം എത്ര തവണ അത് കോമ്പൗണ്ട് ചെയ്തു എന്നുള്ള നമ്പർ ഓഫ് ടൈംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻസൈഡ് ദ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വെൻ കോമ്പൗണ്ടിങ് ഈസ് ഡൺ മോർ ദാൻ വൺസ് എ ഇയർ, അതായത് ഒന്നിൽ കൂടുതൽ വർഷം, മനസ്സിലായോ? കോമ്പൗണ്ടിങ് നടക്കുകയാണെങ്കിൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ഇൻ ദ പ്രോബ്ലം ഈസ് കോൾഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നായിരിക്കും നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നിങ്ങളൊന്ന് ഓർത്താൽ മതി. അതായത് മോർ ദാൻ വൺസ് എ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒന്ന് കൂടുതൽ കോമ്പൗണ്ടിങ് നടക്കുകയാണെങ്കിൽ ആ റേറ്റ് ഓഫ് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. Okay, and we can also calculate rate of interest which will yield simple interest in 1 year equal to the interest obtained under the compound interest at the given nominal rate of interest. അതായത് we can also calculate the rate of interest which will yield simple interest in 1 year. അതായത് നമുക്ക് പറയാൻ പറ്റും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു വർഷത്തെ നമ്മൾ ഈൽഡ് ചെയ്യുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? ദ ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻഡ് അണ്ടർ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ദ ഗിവൺ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. തന്നിരിക്കുന്ന നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇതുമായിട്ട് അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സോ കാൽക്കുലേറ്റഡ് ഈസ് കോൾഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അത് ജസ്റ്റ് എന്താണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നും എന്താണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മെയിനായിട്ടുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല പഠിക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വാല്യൂ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ഉള്ള വാല്യൂ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം ആഫ്റ്റർ 2 ഇയേഴ്സ് അല്ല ആഫ്റ്റർ 3 ഇയേഴ്സ് എന്താണ് സംഭവിക്കുക, ദാറ്റ് ഈസ് ഫ്യൂച്ചർ. അത് വരാനിരിക്കുന്ന സംഭവം അല്ലേ. അപ്പം
എന്താണ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ വാല്യൂ എന്നാണ് ഇനി നോക്കുന്നത്. ഓക്കെ, ഇഫ് യു ഡെപ്പോസിറ്റ് എ സം ഓഫ് മണി വിത്ത് പ്രസൻറ്റ് വാല്യൂ പി വി, പ്രസൻറ്റ് വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് പി വി, ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുമ്പോൾ എഫ് വി, ഇൻ എ ബാങ്ക് ദാറ്റ് പേയ്സ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ആർ, അതായത് നമ്മളൊരു കുറച്ച് മണി പ്രസൻറ്റ് വാല്യൂ ആയിട്ട് ബാങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആറാണ്. ദെൻ ആഫ്റ്റർ 1 ഇയർ ഇറ്റ് വിൽ ബിക്കം, ഒരു വർഷത്തിന് ശേഷം ആ വാല്യൂ എന്തായിട്ട് മാറും? പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+r, 1 ഇയറിന് ശേഷം അല്ലേ. അപ്പം പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+r ആയിട്ട് മാറും. ലെറ്റസ് കോൾ ദിസ് എമൗണ്ട് ഇറ്റ്സ് ഫ്യൂച്ചർ വാല്യൂ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1 lakh rupees ഇപ്പോൾ കൊണ്ട് ബാങ്കിലിട്ടു. എനിക്കൊരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ തന്നിട്ടുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആഫ്റ്റർ 1 ഇയർ, 1 ഇയറിന് ശേഷം എന്താ നടക്കുന്നത്? ഈ പ്രസൻറ്റ് വാല്യൂ പ്ലസ് എന്താ സംഭവിക്കുന്നത്? 1+r, 1 ഇയർ പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതും കൂടെ ആഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+r, 1 ഇയർ ആണെങ്കിലാണ് 1+r വരിക. ഓക്കെ, ഇനിയും വർഷം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്തതുപോലെ തന്നെ പവർ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ വി മേ ഓൾസോ തിങ്ക് ഓഫ് 1+r ആസ് എ ഗ്രോത്ത് ഫാക്ടർ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ് ഫോർ അനദർ ഇയർ. അതായത് നമ്മൾ 1+rനെ ഒരു ഗ്രോത്ത് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും അതെന്തായി കൂടിക്കൊണ്ടിരിക്കും അല്ലേ. കോമ്പൗണ്ടിങ് ദ ഇൻട്രസ്റ്റ് ആനുവലി ദ ഫ്യൂച്ചർ വാല്യൂ വിൽ ബിക്കം, കൂടിക്കൊണ്ടിരിക്കും. 2 വർഷമാണെങ്കിൽ എന്താ സംഭവിക്കുക? പി വി ഇൻറ്റു 1+r ഇൻറ്റു 1+r, ദാറ്റ് ഈസ് പി വി ഇൻറ്റു 1+r ദി ഓൾ സ്ക്വയർ. 2 വർഷം കഴിഞ്ഞപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി വി ഇൻറ്റു 1+r ഓൾ സ്ക്വയർ. ഇപ്പോൾ 3 ഇയേഴ്സ് ആണ് വരുന്നതെങ്കിൽ പി വി ഇൻറ്റു 1+r ദി ഓൾ പവർ 3 ഇയേഴ്സ്. n നമ്പർ ഓഫ് ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പി വി ഇൻറ്റു 1+r ദ ഓൾ പവർ n. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് എന്താ? ദ എബവ് എക്സ്പ്രഷൻ ഈസ് വാലിഡ് ഫോർ ആനുവൽ കോമ്പൗണ്ടിങ്. ഈ എക്സ്പ്രഷൻ ആനുവൽ കോമ്പൗണ്ടിങ്ങിനാണ് വാലിഡ് ആയിട്ടുള്ളത്. ഇഫ് വി ഡു ദ കോമ്പൗണ്ടിങ് ക്വാർട്ടർലി, അതായത് ഒരു ഇയറിൻ്റെ പകുതിയോടുകൂടിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ, അപ്പം 1 ഇയർ വെച്ചിട്ടുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി ക്വാർട്ടർലി, അതായത് ഒരു ഇയറിൻ്റെ ക്വാർട്ടർ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് വിൽ ബി ഒളി അറ്റ് ദ റേറ്റ് ഓഫ് r/4, അതായത് 1/4. ക്വാർട്ടറിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? 1/4 വരും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? r/4. ബട്ട് ദർ വിൽ ഓൾസോ ബി 4n കോമ്പൗണ്ടിങ് പീരീഡ്സ് ഇൻ n ഇയേഴ്സ്. n ഇയർ വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? 4 × n, ക്വാർട്ടർലി ആയതുകൊണ്ട് 4 × n, n ഇയേഴ്സ്, n മീൻസ് ഇയേഴ്സ്, പീരീഡ്സ് ഓഫ് ഇയേഴ്സ് ആണ് n കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമിലർലി ഫോർ മന്ത്ലി കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഈസ് r/12. അപ്പോൾ മന്ത്ലി ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 12. മന്ത്ലി ആകുമ്പം ഒരു വർഷം 12 ഇത് വരും. ക്വാർട്ടർലി ആകുമ്പം 4 മാസം വെച്ച്, അതാണ് r/4 വന്നത്. മന്ത്ലി വരുമ്പം ഒരു വർഷം 12 months ഉള്ളതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 12 വരും പെർ മന്ത്. ആൻഡ് ദ കോമ്പൗണ്ടിങ് ഒക്കേഴ്സ്, അപ്പോൾ കോമ്പൗണ്ടിങ് ഒക്കേഴ്സ് എങ്ങനെ സംഭവിക്കും? 12 × n വരും, n ടൈംസ് ഇൻ n ഇയേഴ്സ്. ദസ് ദ എബവ് ഇക്വേഷൻ ബിക്കംസ്, അപ്പോൾ നേരത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ക്വാർട്ടർലി ആകുമ്പം ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+ r/12. r/12 വന്നത് മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ട്, മന്ത്ലി ആണ് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നതെങ്കിൽ r/12. പവർ എങ്ങനെ വരും? 12 × n. എത്ര ആണോ നമ്മൾ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാലാവധി എങ്ങനെയാണോ അതുകൊണ്ടായിരിക്കും n-നെ നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. ഇപ്പോൾ 4 monthsലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ r/4 ദ ഓൾ പവർ 4 × n. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+ r/12 ദ ഓൾ പവർ 12 n. അത് മന്ത്ലി വന്നതുകൊണ്ട് മാസത്തിനനുസരിച്ച് വാല്യൂ അവിടെ 12ൻ്റെ അവിടെ ചേഞ്ച് സംഭവിക്കും. ഓക്കെ, ഇനി ഇക്വേഷൻ 1ലേക്ക്
ഇക്വേഷൻ 1-ൽ നിന്നും നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇക്വേഷൻ 1 നോക്കിക്കേ. ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പി വി ഇൻറ്റു 1 പ്ലസ് ആർ ദ ഓൾ പവർ എൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ 1. അതിൽ നിന്ന് നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു എങ്ങനെ വരും? 1 പ്ലസ് ആർ ദ ഓൾ പവർ എൻ എന്നുള്ളത് ഈക്വൽ സൈൻ ഇപ്പുറത്ത് വരുമ്പം ഡിനോമിനേറ്റർ ആവും. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ദ ഓൾ പവർ എൻ. ഓക്കെ, അങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ രണ്ടും 1 ഇയർ ബേസിൽ പഠിക്കുക. അതിനുശേഷം ക്വാർട്ടർലി ആണ്, അല്ലെങ്കിൽ പെർ മന്ത് ആണ്, അല്ലെങ്കിൽ 3 മന്ത്സ് കൂടുമ്പോഴാണ്. 3 മന്ത്സ് കൂടുമ്പോൾ എങ്ങനെ വരും ഫ്യൂച്ചർ വാല്യൂ? ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പി വി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 3 ദ ഓൾ പവർ 3 ഇൻറ്റു എൻ. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.